കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയതിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടറുടെ കത്ത്. കലക്ടർ കെ ഇമ്പശേഖർ പാലക്കാട് ഡിവിഷണൽ മാനേജർക്കാണ് കത്തയച്ചത്. മെയ് 19-ന് അതിരാവിലെയായിരുന്നു സംഭവം. ഒന്നാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ട്രാക്കിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഷഫീഖ് നസറുള്ള നൽകും. ഷഫീഖ്, ഏത് സാഹചര്യത്തിലാണ് കലക്ടർ ഇത്തരത്തിലൊരു കത്തയച്ചത്? എന്താണ് അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്നത്? പാസഞ്ചർ ട്രെയിനുകൾ കടന്നു പോകുന്ന ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് മണിക്കൂറുകളോളം ഗൂഡ്സ് ട്രെയിൻ നിർത്തിയിട്ടത്. ഗൂഡ്സ് ട്രെയിൻ നിർത്തിയിട്ട് അതിൻ്റെ ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോവുകയായിരുന്നു. തൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് എന്ന വിശദീകരണമാണ് നൽകിയിരുന്നത്. ആ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ മണിക്കൂറുകളോളം ഗൂഡ്സ് ട്രെയിൻ നിർത്തിയിട്ടത് കാരണം യാത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു പിന്നീട് യാത്രാ ട്രെയിനുകൾ വന്നിരുന്നത്. അതിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാനും ഒക്കെ പ്രയാസമുണ്ടായി. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് സാധാരണ ഈ ട്രെയിൻ വന്നു നിൽക്കാറുള്ളതെങ്കിലും അത് അവിടെ എത്തിയതിനു ശേഷമാണ് ഈ പ്ലാറ്റ്ഫോം മാറി എന്ന വിവരം അറിയുന്നത്. അത് പ്രായമുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇന്നലെ റെയിൽവേ നൽകിയ ഒരു വിശദീകരണം ഒരു തരത്തിലുള്ള സുരക്ഷാ വിഷയവും ആ വിഷയത്തിലില്ല. അതോടൊപ്പം തന്നെ ഈ ലോക്കോ പൈലറ്റ് ഡ്യൂട്ടി സമയം കഴിഞ്ഞതുകൊണ്ടല്ല ഇറങ്ങിപ്പോയത്, അവിടെ സിഗ്നൽ ലഭിച്ചതുകൊണ്ടാണ്. മറ്റ് രണ്ട് പാളങ്ങളിലും അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ പാളത്തിലേക്ക് ഇത് വന്ന് നിർത്തിയത് എന്ന വിശദീകരണമായിരുന്നു റെയിൽവേ നൽകിയത്. എന്നാൽ ജില്ലാ കളക്ടർ ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ മാനേജർക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഇതിൽ ലോക്കോ പൈലറ്റ് ഇത്തരത്തിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വണ്ടി നിർത്തി ഇറങ്ങിപ്പോയത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണം. വലിയ രൂപത്തിലുള്ള പ്രയാസം യാത്രക്കാർ നേരിട്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം, പുലർച്ചെ മുതൽ മണിക്കൂറുകളോളമാണ് ഈ ഗൂഡ്സ് ട്രെയിൻ അവിടെ നിർത്തിയിട്ടത്. രാവിലെയാണ് ഏറ്റവും കൂടുതൽ ട്രെയിൻ മംഗളൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ളത്. കാസർഗോട്ടെ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നു ഈ പകൽ സമയം, അതിരാവിലെ മുതൽ 10 മണി വരെയുള്ള സമയമാണ്. ആ സമയത്താണ് ഈ ഗുഡ്സ് ട്രെയിൻ ഒന്നാമത്തെ പാളത്തിൽ കൊണ്ടിട്ടത് മൂലമുണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ പ്രായമുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പാളം മുറിച്ച് കടന്ന് വേണ്ടി വന്നു അടുത്ത പാളത്തിലെത്തി അവിടെ ട്രെയിൻ കയറാൻ. ഇങ്ങനെ വലിയ പ്രയാസമുണ്ടായി. അത് ഗുരുതരമായൊരു വീഴ്ച ലോക്കോ പൈലറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് ജില്ലാ കളക്ടർ പാലക്കാട് ഡിവിഷൻ മാനേജർക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്.